പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ 14-കാരനെ കാണാതായി. മഞ്ഞത്താന സ്വദേശി അഭിലാഷിന്റെ മകൻ ആദിത്യനെയാണ് ഇന്നലെ മുതൽ കാണാതായത്. വിവരങ്ങളുമായി സുജു ടി ബാബു പത്തനംതിട്ടയിൽ നിന്ന് ചേരുകയാണ്. സുജു, എന്താണ് സംഭവിച്ചത്? എവിടെ നിന്നാണ് കുട്ടിയെ കാണാതായത്? അർച്ചന, ഇന്നലെയാണ് 14-കാരനായ ആദിത്യനെ കാണാതാകുന്നത്. മഞ്ഞത്താന സ്വദേശി അഭിലാഷിന്റെ മകനെയാണ്. ഇന്നലെ ഈ കുട്ടി ട്യൂഷന് പോയ ശേഷമാണ് കുട്ടിയെ കാണാതാകുന്നത്. ട്യൂഷന് പോയ ശേഷം കുട്ടിയുടെ സൈക്കിളും ആ സ്ഥലത്തു നിന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു എന്ന ഒരു കുറിപ്പ് വീട്ടിൽ എഴുതി വെച്ച ശേഷമാണ് കുട്ടി കാണാതാകുന്നത്. കുറിപ്പിൽ പറയുന്നത് 5 വർഷത്തിന് ശേഷം എന്നെ സിനിമയിൽ കാണാം, അല്ലെങ്കിൽ സ്പെയിനിൽ കാണാമെന്നും കുട്ടി പറയുന്നു. അതുപോലെ തന്നെ മറ്റു ചില വിവരങ്ങൾ കൂടെ കുറിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ട് പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരമാണെങ്കിൽ ഇതുവരെയും കുട്ടിയെപ്പറ്റി കൃത്യമായ ഒരു വിവരം കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. ചങ്ങനാശ്ശേരി സമീപ പ്രദേശങ്ങളായ ചങ്ങനാശ്ശേരി, പായിപ്പാട്, തിരുവല്ല ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും കുട്ടിക്കായുള്ള അന്വേഷണം തുടരുകയാണ്. എന്തായാലും ഈ കുട്ടി കുറിപ്പ് എഴുതി വെച്ച സാഹചര്യത്തിൽ സ്വമേധ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണോ എന്നുള്ള സംശയത്തിലാണ് ഇപ്പോൾ വീട്ടുകാരുള്ളത്. എന്നിരുന്നാൽ പോലും കൈവശം ഫോണുകളോ മറ്റ് സാമ്പത്തികമായി ഒന്നും തന്നെ കുട്ടിക്കില്ല. അതുകൊണ്ട് ഇത്രയും നേരം, അതായത് ഇന്നലെ രാവിലെ 6:30 കാണാതായ ശേഷം ഇപ്പോൾ 48 മണിക്കൂറോളം സമയം അടുക്കുന്നു. ഇത്രയും സമയത്തുള്ളിൽ കുട്ടി എവിടെയാണെന്നുള്ള ആശങ്കയിലാണ് കുടുംബാംഗങ്ങളും. പ്രത്യേകിച്ച് കൈവശം പണമോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് വിശദമായ അന്വേഷണം ആവശ്യമാണെന്നും കുടുംബാംഗങ്ങൾ പറയുന്നു. അഞ്ജന. സുജു, അതായത് പ്രാഥമികമായി പോലീസ് എന്താണ് പറയുന്നത്? ഇന്നലെ വൈകിട്ട് സുജു സൂചിപ്പിച്ചതുപോലെ ഇന്നലെ വൈകിട്ട് മുതൽ കാണാതായ കുട്ടിയാണ്. മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. ഒരു കത്ത് എഴുതി വച്ചാണ് വീട്ടിൽ നിന്ന് പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. സിനിമയിൽ കാണാൻ തന്നെ 5 വർഷം കഴിഞ്ഞ് എന്നൊക്കെ പറയുമ്പോൾ ഇത് കുട്ടി സ്വമേധയാൽ എഴുതിയ ഒരു കത്ത് തന്നെ ആയിരിക്കുമോ, അതോ മറ്റെന്തെങ്കിലും സംശയം അല്ലെങ്കിൽ ദുരൂഹത ഈ ഒരു സംഭവത്തിന് പിന്നിൽ പോലീസ് ആദ്യഘട്ടത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ടോ? ക്ഷമിക്കണം അഞ്ജന, ഇന്നലെ വൈകിട്ടല്ല, ഇന്നലെ രാവിലെ 6:30 ട്യൂഷന് പോയ ശേഷമാണ് ഈ ആദിത്യനെ കാണാതാകുന്നത്. അഞ്ജന സൂചിപ്പിച്ച പോലെ ഇത്രയും സമയം വൈകിയിരിക്കുവാണ്. പോലീസ് ഇക്കാര്യത്തിൽ കത്ത് ഈ കുട്ടിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത് കൊണ്ട് തന്നെ കുട്ടി എഴുതിയ കത്ത് തന്നെയാണ് കുടുംബാംഗങ്ങളും ആ കുട്ടിയുടെ പിതാവ് എല്ലാം സാക്ഷ്യപ്പെടുത്തുന്നത്. അക്കാര്യത്തിൽ സംശയം ഉണ്ടാവുന്നില്ല. പക്ഷെ ഇത്തരം ഒരു ചിന്തയിലേക്ക്, സിനിമയിലേക്ക് തനിക്ക് 5 വർഷം കഴിഞ്ഞ് സിനിമയിൽ കാണാമെന്നൊക്കെ എന്തായാലും 5 വർഷം കഴിഞ്ഞ് തന്നെ സിനിമയിൽ കാണാമെന്ന കത്ത് എഴുതിക്കൊണ്ടാണ് 14 വയസ്സുകാരൻ പത്തനംതിട്ടയിൽ നിന്ന് കാണാതായിരിക്കുന്നത്. പോലീസ് ഊർജിതമായി തന്നെ അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യമാണുള്ളത്.